എനിക്കറിയാം ഇതാ സഞ്ജുവിന്റെ പണിയാ. അവനെ ഈ ഫ്യൂസ് ഊരിക്കൊണ്ട് എവിടെ പോയി കിടക്കുന്നു ആർക്കറിയാം ഭഗവാനെ. സഞ്ജു അങ്ങനെയൊന്നും. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ അമ്മ പ്രയോജനം? ഇപ്പൊ ഒരു സൊല്യൂഷൻ എന്താന്ന് പറയേ. ഞാൻ ഇലക്ട്രീഷ്യനെ വിളിക്കട്ടെ? ഫോണിങ് എടുത്തേ. വേണ്ട വേണ്ട മോളെ, ഇലക്ട്രീഷ്യൻ വരും, പക്ഷെ അയാൾ എത്താൻ കുറഞ്ഞ 2-3 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല ഈ അവസ്ഥ എങ്ങനെ മറികടക്കുന്നു. എന്തായി പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായോ? ആ പ്രോബ്ലം എന്താന്ന് മനസ്സിലായി, പക്ഷെ അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. അല്ല അതിനെന്താ കുഴപ്പം? എന്നോട് പറഞ്ഞോ, ഞാൻ കണ്ടുപിടിച്ചിരാം സൊല്യൂഷൻ ഒക്കെ. അത് കിരൺ സർ, ഈ ഫ്യൂസ് ബോക്സിലെ ഫ്യൂസ് തന്നെ മിസ്സിംഗാ. പിന്നെ ഇത്ര പെട്ടെന്ന് ഇലക്ട്രീഷ്യൻ ഒന്നും കിട്ടത്തില്ല. ആന്റിയുടെ വീട് ഇവിടെ അടുത്തിവിടെയല്ലേ? എന്നാ ആന്റിയുടെ വീട്ടിലെ ഫ്യൂസ് ഉപയോഗിച്ച കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ശരിയാണല്ലോ, ഇത് എനിക്ക് തോന്നാത്ത എന്താ? അതിന് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ. സമീർ, അയ്യോ സോറി, വായിന്നങ്ങ് വീണു പോയതാ. ഞാൻ ഫ്യൂസ് എടുത്തോണ്ട് വരാം. സമീർ നീ കൂടെ ചെല്ല്, എന്തെങ്കിലും ആവശ്യമില്ല. ഗോ 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 ഗോ. ഞാനിപ്പോ ഫംഗ്ഷൻ ഹാളിലേക്ക് പോവാ. ഗസ്റ്റ് എല്ലാവരും ടെൻഷനിലായിരിക്കും. യുനോ ആദ്യം AC വർക്കായാലും ഇപ്പൊ കറണ്ടും പോയിരിക്കുക. ശരിയാ, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു നീ? എന്താ? യാ, അതായത് ബോളിവുഡിലൊക്കെ ഇതുപോലെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നേ. എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ്. എനിക്കറിയില്ല ഇവനിപ്പോ എന്തൊക്കെയായി പറയുന്നതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കണ്ടുപിടിച്ച സൊല്യൂഷൻ നിന്റെ കൈ തന്നെ വെച്ചു. ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. എന്റെ കൂടെ വാ നീ. വാ. ഹലോ എവരിവൺ, ഓൾ യുവർ അറ്റൻഷൻ പ്ലീസ്. ഇവിടെ കറണ്ട് പോയതൊന്നുമല്ല, ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു എന്റെയും പ്രീതയുടെയും. രോഹിത് ഏട്ടന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു റൊമാൻറ്റിക് സർപ്രൈസ്. ഇവനിതെന്താ പറയുന്നേ? കറണ്ട് ശരിക്കും പോയതല്ലേ? ആന്റി, ഈ കിരൺ എന്തിനാ കള്ളം പറയുന്നത്? ആന്റി ശരിക്കും ഫ്യൂസ് ഊരിയതല്ലേ? ഫ്യൂസ് ഊരിയതാണ്. ഐ ആം ഷുവർ ഈ പ്രീതി എന്തോ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തു. ഉറപ്പായിട്ടും. എന്റെ ഏട്ടനുണ്ടല്ലോ, ഇവനെന്റെ വെറും സഹോദരൻ മാത്രമല്ല, എന്റെ മെന്ററും ഫിലോസഫറും എന്റെ എല്ലാം ആണ്. അതുകൊണ്ട് കൂടി ഈ സർപ്രൈസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾ എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാ, ഏട്ടനും ഷേളിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു അറേഞ്ച് മാരേജ് ലവ് സ്റ്റോറിയായി മാറിയത് എങ്ങനെയെന്ന് അറിയോ നിങ്ങൾക്ക്? അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇവർക്കൊരു സർപ്രൈസ് നൽകാൻ പോവാ. എങ്ങനെ എന്റെ ഏട്ടൻ ഷെർലിന്റെ പ്രണയത്തിൽ വീണതെന്ന്. ഹായ് ഷെർലിൻ. അയ്യോ, എന്റെ അച്ഛമ്മയും പിന്നെ പ്രീതയുടെ മുത്തശ്ശി നിന്ന് അവശരായിരിക്കുക. പ്ലീസ് ഹാവ് സീറ്റ്, വി വിൽ ബി ബാക്ക് വിത്തിൻ എ മിനിറ്റ്. ഓക്കേ. ആളുകളെ രസിപ്പിക്കുന്നതിനായിട്ട് ഇവരിങ്ങനെ ഓരോ ചെറിയ കള്ളം പറയും. അതാർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം ഈ ചെറിയ കളവിലും ഓരോ അർത്ഥസത്യമുണ്ടെന്ന്. ഞാൻ പ്രീതയെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കരുതി ഷെർലിനുമായിട്ടാണ് പ്രണയം തുടങ്ങിയതെന്ന്. എന്നാൽ എന്നും പ്രീത മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അത് സാഫല്യത്തിലെത്തിയതുമില്ല. എല്ലാവർക്കും തോന്നിയത് ഷെർലിനുമായിട്ടാണ് ഞാൻ പ്രണയത്തിലായെന്നാണ്. ആക്ച്വലി ഇവർ പറയുന്നത് പ്രീതയുമായുള്ള എന്റെ പ്രണയമാണ്. പക്ഷെ ലോകം മനസ്സിലാക്കുന്നതോ അത് ഷെർലിനുമായുള്ള ലവ് സ്റ്റോറിയാണെന്ന്. എന്താ സലിം, എന്റെ ഏട്ടനുടെ എൻഗേജ്മെന്റ് ആണ്, എന്നിട്ട് മോഡലിനെ അയക്കുന്നതാണ് നീ പറയുന്നത്? ഇല്ലില്ല, നോ ഡൺ. ഹൗ കുഡ് യു? എന്തായാലും ശരി. എനിവേസ്, നീ അവരോട് നമ്മുടെ പാർട്ടിയുടെ ഡ്രസ് കോഡ് ഇടാൻ പറയണം. വൈറ്റ് കളർ. ഹലോ. യാ. ഓ മോം, ഇറ്റ്സ് യു. അതെ അമ്മേ, ഞാൻ മാരേജ് പ്രപ്പോസ് ചെയ്യാനായി മിസ്റ്റർ രോഹിത് നമ്പ്യാരെ കാണാൻ വന്നതാ. ഓക്കെ.
എന്താ നിനക്ക് ഹെൽപ്പ് വേണോ? എന്താ ഞാൻ നിന്നോട് ഹെൽപ്പ് വല്ലതും ചോദിച്ചോ? അതോ ഞാൻ വല്ല പ്രശ്നത്തിൽ പെട്ട കുട്ടിയായി തോന്നിയോ? അങ്ങനെയൊന്നുമില്ല. ഇതൊന്ന് എടുക്കട്ടെ. Whatever. നീ എന്തൊരു ടൈപ്പ് ഓഫ് ആൺകുട്ടിയാ? ഞാൻ നിന്നെ വിലക്കിയത് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ. പക്ഷെ നീ നിന്റെ ഉത്തരവാദിത്തം പോലും മറന്നുപോയി. സൃഷ്ടി, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നീ ആ ഫ്യൂസിനോടാണോ സംസാരിക്കുന്നത് അതോ എന്നോടാണോ? Can you please help me? വൈ നോട്ട്? ഉറപ്പായിട്ടും. നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമായി. അതായത് യൂഷ്വലി ഇന്റലിജന്റ് ആയ നല്ല പെൺകുട്ടികൾ ഇത്തരത്തിലാണ് സംസാരിക്കുക. ഒന്ന് വേഗം ആവട്ടെ. സമീർ, oh my God! സമീർ, കണ്ണു തുറക്ക്. സമീർ, കണ്ണു തുറക്ക്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ്. സമീർ, ഇവന്റെ ഹൃദയമിടിപ്പ് പോലും അറിയുന്നില്ലല്ലോ. ഇവ മരിച്ചുപോയി. ഹൃദയത്തിന്റെ മിടിപ്പ് ഇവിടെയാണ് ഉണ്ടാവുക. കാരണം ഹൃദയം ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. നീ എവിടെ ചെക്ക് ചെയ്തോ അവിടെ അല്ലായിരുന്നു. മാറ്. നീ ഓക്കെ അല്ലേ? നീ എണ്ണിക്ക് അങ്ങോട്ട്. How dare you? നീ ഇത്ര നേരം നാടകം കളിക്കായിരുന്നോ? കളിയാണോ ഇത്? നിനക്കെന്താ വട്ടായോ? How dare you? നീ എന്റെ അടുത്ത് കള്ള ആക്സിഡന്റ് ഉണ്ടാക്കി നാടകം കളിച്ചില്ലേ? ഇത് അതിനുള്ള പ്രതികാരമായിട്ട് കൂട്ടിക്കോ. ഇപ്പൊ കണക്ക് ശരിയായി. നിനക്കെന്താ ഭ്രാന്താണോ? എങ്ങനെ നിനക്ക് ഇതെന്നോട് ചെയ്യാൻ തോന്നി? കൺട്രോൾ 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 കൺട്രോൾ. എന്നെ കൊല്ലുന്നതൊക്കെ പിന്നെ ആവാം. ആദ്യം ആ ഫ്യൂസ് ഊരി എടുക്കാൻ സമ്മതിക്കേ. എന്നെന്തിനാ തല്ലുന്നത്? നിനക്കറിയാം ഞാൻ എത്രമാത്രം ടെൻഷൻ എടുത്ത് സ്ട്രെസ് ആയി പോയെന്ന്. നിന്റെ ഹൃദയമെടുപ്പ് പോലും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. സത്യത്തിൽ നിന്റെ തലയ്ക്കകത്ത് ഒരു മണ്ണാങ്കട്ടയില്ലേ? നിന്റെ സഹോദരി ഡോക്ടറല്ലേ? ഇത്രയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യ ശരീരത്തിൽ ഹൃദയം ലെഫ്റ്റ് സൈഡിലാണെന്ന്. അപ്പൊ തെറ്റ് ചെയ്യുമ്പോ ശിക്ഷയും നീ തന്നെ അനുഭവിക്കണ്ടേ? വാ, ഈ ഫ്യൂസ് എനിക്ക് ബോക്സ് വെക്കണം. വേണ്ട, ഫ്യൂസ് ഞാൻ ഇട്ടോളാം. ചെല്ലു മോളെ, ചെല്ലു. അല്ല, നീ ഒരു പെർഫെക്റ്റ് മോഡലാ അല്ലേ? മോഡൽ? നോ വേ. ഞാൻ ആരാണെന്നറിയോ? ഷേർലിൻ ഖുറാന. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് യു ഷേർലിൻ. യു ടു. രോഹിത്തേട്ടാ, നിങ്ങൾ ശരിക്കും ഷേർലിൻ മോഡലാണെന്നാണോ കരുതിയിരിക്കുന്നത്? വെരി ഗുഡ്. അതെ രോഹിത്, ഷെർലിനും നീയുമായിട്ട് എന്തായാലും ഇന്ന് നൃത്തം ചെയ്തേ മതിയാവൂ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ നിന്റെ കവിത ആന്റിയുടെ വാക്ക് അനുസരിക്കില്ലേ? നിനക്കറിയില്ലേ, നമ്മുടെ ഈ കുടുംബത്തിൽ കവിതയുടെ വാക്കുകൾക്ക് മറുവാക്കില്ല. Am I right? പാർട്ടി ഇപ്പോഴും തീർന്നിട്ടേ ഇല്ല മോം. ഇനിയും ടൈം കിടക്കല്ലേ ആന്റി? ഐ മീൻ മമ്മ. Of course. പാർട്ടി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. Carry on, have fun. ഷേർലിൻ, will you marry me? യെസ്. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും ഷെർലിനെ പ്രപ്പോസ് ചെയ്തിട്ടേ ഇല്ലല്ലോ. ഓമനിച്ചുമ്മ പ്രണയം. തൂവയിൽ തൊട്ടുരുമ്മുന്ന വെണ്ണിലാവാണ് പ്രണയം. Fall in love, fall in love.
ഞാൻ എത്ര നന്നായിട്ട് ഫ്യൂസ് ബോക്സിൽ വെച്ചു, അപ്പൊ തന്നെ കറണ്ട് വന്നു. ഗുഡ് ജോബ് സൃഷ്ടി, മിടുക്കിയാ നീ. ഇനി ഞാൻ പോയി കിരൺ സാറിനോട് പറയും ഞാൻ എല്ലാ ജോലിയും പൂർത്തിയാക്കിയെന്ന്. ഞാൻ പറയുന്നത് കേട്ടിട്ട് സന്തോഷായിട്ട് ഒരു സെൽഫി എങ്കിലും എടുക്കാൻ സമ്മതിക്കുമായിരിക്കും. ഫ്യൂസ് ബോക്സിൽ വെച്ചതും കറണ്ട് വന്നല്ലേ? അതേലോ. നീ എന്തൊരു കള്ളമാണ് പറയുന്നത്. കറണ്ട് തിരികെ വരാനുള്ള ജോലി നീ തന്നെയാണോ ചെയ്തത്? ഇല്ല ഇല്ല ഷോട്ടി, നീ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ, എന്റെ ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട്. ജൂനിയർ അസിസ്റ്റന്റ്? ഈ പെണ്ണ് എന്തും പറഞ്ഞു കളയും. ഹായ് പ്രീത. ഹായ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ താങ്ക് യു വെരി മച്ച്. എത്ര നന്നായി പ്രീത അഭിനയിച്ചത്. ഇൻക്രെഡിബിൾ. ഇല്ല, സാർ ഇഷ്ടപ്പെട്ടത് തന്നെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ഞാനിതെല്ലാം ഒറ്റയ്ക്കല്ല. അത് ഓണസ്റ്റ്ലി എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു എന്റെ ഈ കഥ താൻ ഇത്രയ്ക്കും അങ്ങ് ഇൻട്രസ്റ്റ് ആക്കുമെന്ന്. പക്ഷെ കഥ വേറെയായിരുന്നു. ഐ ജസ്റ്റ് കം. കുറച്ച് വേറെ ജോലിയുണ്ട്. സരള, നിങ്ങളുണ്ടല്ലോ, എത്ര ബ്യൂട്ടിഫുൾ ആയ ക്യാൻഡിലാണ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. എത്ര സുന്ദരം, എത്ര റൊമാൻറ്റിക്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയുന്നു. ഏയ് ഹീറോ, ഇന്നത്തെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ബ്രോ. ഗുഡ് ജോബ്. സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു മോളെ. ഒരു കാര്യം പറയട്ടെ, ഇന്ന് കറണ്ട് പോയപ്പോഴുണ്ടല്ലോ, ശരിക്കും ഞങ്ങൾ കരുതി യഥാർത്ഥത്തിൽ കറണ്ട് പോയതാന്ന്. കിരൺ, അത് ഞാൻ പറയാൻ വന്നത് താങ്ക് യു വെരി മച്ച്. എന്റെ കയ്യിൽ എന്തിനാ പിടിച്ചത്? എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഞാൻ ചെറുത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാ, നമുക്കിടയിൽ എന്തോ സംഭവിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാ? നീ അത് നോട്ടീസ് ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നേ. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് താങ്ക്സ് പറഞ്ഞിരിക്കുക. നിന്റെ ഈ കണ്ണുകളിൽ മുഴുവൻ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്തോ ഉണ്ട് പ്രീത, സംതിങ്. യുനോ, പലപ്പോഴും നീ എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് വരാറ്. ബട്ട് ഐ എം നോട്ട് എ ബാഡ് ബോയ്. കിരൺ നമ്പ്യാർ ഈസ് എ ഗുഡ് ബോയ്. ചെറിയൊരു മാറ്റമാണ്, എങ്കിലും നിന്റെ ഹൃദയത്തിൽ എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായല്ലേ? റൈറ്റ്? ഇതിനെയാണോ പ്രണയത്തിന്റെ തുടക്കം എന്ന് പറയുന്ന പ്രീത? നിന്റെ മുഖം എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സുന്ദരമായിട്ട് തോന്നുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നീ എപ്പോഴും എന്നെ പേടിയോടെ നോക്കുന്നേ. പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം നീയാം, നെയ്വിളക്കിനൊളി നീട്ടി നിൽക്കുമൊരു സന്ധ്യേ സന്ധ്യേ. എക്സ്ക്യൂസ് മീ. എന്ത് കാര്യ കിരൺ? നിന്റെ ഒരു കാര്യവും എന്നിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എന്താ ഒരു മാറ്റം ഉണ്ടാവാത്തെ? കാരണം നീ അങ്ങനെ ഒരാളെ അല്ല. ഞാൻ ഇംപ്രസ് ആവാൻ മാത്രം. ഇന്ന് ആദ്യമായി നീ നിന്റെ ജീവിതത്തില് നിന്റെ രീതികളൊക്കെ മാറ്റി കുറച്ച് നല്ല കാര്യം ചെയ്തു. അതിനു വേണ്ടിയാ. താങ്ക്സ്. യു ആർ മോസ്റ്റ് വെൽക്കം. പിന്നെ നീ ഒരു കാര്യം മറന്നുപോയി. അന്നൊരിക്കൽ ഞാൻ നിന്നെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമ്പോൾ നീ എന്നോട് ചോദിച്ചായിരുന്നു, ഈ കിരൺ നമ്പ്യാർക്ക് വേണ്ടി ഞാൻ എന്താ തിരിച്ചു ചെയ്യേണ്ടതെന്ന്. അവസരം വരുമ്പോൾ ചോദിക്കാന്ന് ഞാൻ പറഞ്ഞേ, റൈറ്റ്? അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്താണോ ചെയ്തേ അതൊക്കെ എന്റെ സഹോദരന്റെ ചടങ്ങിന് വേണ്ടിയാ ചെയ്തേ. ഞാനും എന്താണോ ചെയ്തേ അതെന്റെ ഏട്ടന് വേണ്ടിയാ.
ഏട്ടന്റെ ഫംഗ്ഷനിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഗുഡ്. അപ്പൊ അതിനർത്ഥം നമ്മുടെ കണക്കുകൾ തുല്യമായി. ഷർലിൻ, അറിയോ ഓക്കെ? ആന്റി എന്താ എന്നോട് പറഞ്ഞത്? ഇവിടെ എല്ലാവർക്കും ബോറടിക്കുമെന്ന്, ഫംഗ്ഷൻ ഇത്രയും പെട്ടെന്ന് തീർത്ത് എല്ലാവർക്കും വീട്ടിൽ പോണെന്ന് പറയുമെന്ന്. അങ്ങനെ പറയും ഇങ്ങനെ പറയും. ബട്ട് ഐ എം സോറി ആന്റി, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല ഇവിടെ. എല്ലാവരും ഒരേ ഒരു പേരാണ് അവിടെ പറഞ്ഞത്, പ്രീത പ്രീത പ്രീത. ആ പേര് കേട്ടിട്ട് എനിക്ക് ചെവി വേദനിക്കുന്നു. അവൾ ഓരോ തവണ സ്കോർ ചെയ്യുകയാണ്. പിന്നെ ഞാനൊരു മണ്ടിയെ പോലെ നിങ്ങളുടെ ഓരോ പ്ലാനും വിശ്വസിച്ചിരിക്കുന്നു. ആന്റിയുടെ ലൈഫ് പ്ലാൻ ഇവിടെ ഇറക്കാനേ പാടില്ലായിരുന്നു. നമ്മുടെ മുഴുവൻ ഗെയിം പ്ലാന് ഫെയിൽ ആയി പോയി. അവൾ ഹീറോ ആവുകയും ചെയ്തു. അവളുടെ വീട്ടുകാര് ഒന്നുകൂടെ തല ഉയർത്തി നിൽക്കുകയും ചെയ്തു. ലിസൺ, ഫസ്റ്റ് റിലാക്സ്. 101% എനിക്ക് ഉറപ്പാ ഇത് കിരണിന്റെ ബുദ്ധിയായിരുന്നു, അല്ലാതെ പ്രീതി ഒറ്റയ്ക്ക് ഇതെല്ലാം. നോ വേസ്, ഐ നീഡ് മോർ ടൈം. ഇനി എന്തെങ്കിലും കാര്യമായി ചെയ്തേ പറ്റൂ. ഇത്തരം ചെറുതൊന്നും പോരാ. ഞാൻ നിന്നോട് എന്താ പറയാ? ആന്റിയുടെ എല്ലാ പ്ലാനിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? AC കത്തിക്കാൻ പോണോ? ആന്റി AC കത്തിച്ച അവള് വിസറി കൊണ്ടുവരും. വിസറി കത്തിച്ചാലോ അവൾ ആളുകൾക്ക് കൈ കൊണ്ട് വീശി കൊടുക്കും. അവള് വലിയ മിഡിൽ ക്ലാസ് പെണ്ണല്ലേ. പിന്നെ ഇതും നടക്കും. ആന്റി ഇവിടെ എല്ലാം തീയിട്ടാലുണ്ടല്ലോ, എങ്കിൽ അവൾ എല്ലാരും അവളുടെ വീട്ടിൽ കൊണ്ടുപോകും. അവളുടെ ആ ചെറിയ വീടുണ്ടല്ലോ, അതിവിടെ പലർക്കും സ്വർഗമാവും. ഇനി എന്ത് ചെയ്യണമെങ്കിൽ അത് ഷേർലിൻ ചെയ്യും. എല്ലായിടവും എനിക്ക് ഡേഞ്ചർ സോൺ ആയാണ് തോന്നുന്നത്. എന്റെ സേഫ്റ്റിക്കായി എനിക്ക് ഡേഞ്ചറസ് ആയി മാറിയേ പറ്റൂ. ഇനി ഞാൻ എന്ത് ചെയ്താലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യൂ. ബട്ട് ഷർലിൻ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? വാട്ട്സ് യുവർ പ്ലാൻ? സോറി ആന്റി, ഇനി എന്റെ പ്ലാനിനെ കുറിച്ച് ഞാൻ ആന്റിയോട് ഒന്നും പറയില്ല. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മുഴുവൻ പ്ലാനും ഫെയിൽ ആകും. ട്രസ്റ്റ് മീ, ഇനിയൊരു റിസ്ക് എടുക്കാൻ ഞാനില്ല. ആക്ഷൻ ഞാൻ ചെയ്യും. നിങ്ങൾ റിസൾട്ട് കണ്ടാ മതി. മതി, ഒരുപാടായി. ഇനി കുറച്ചുകൂടെ ഭയങ്കരമായ ആക്ഷൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. പ്രീതയെയും അവളുടെ വീട്ടുകാരെയും രോഹിത്തിന്റെ മുന്നിൽ വീഴ്ത്തിയേ മതിയാകൂ. ഭയങ്കരികൾ. ആ മിഡിൽ ക്ലാസ് കുടുംബം വളരെ സന്തോഷത്തിലാണല്ലോ. ഫംഗ്ഷന്റെ ഒരുക്കങ്ങളുടെ പേരിൽ അവർ എത്ര പേരാ പുകഴ്ത്തിയത്. ആ പ്രശംസയെല്ലാം ഞാൻ ചവിട്ടി മണ്ണിലിടും. യു വെയിറ്റ് ആൻഡ് വാച്ച് പ്രീത. ഞാനിപ്പോ വരാവേ. എക്സ്ക്യൂസ് മീ, നീ എന്താ എന്നെ നോക്കി അങ്ങനെ ചിരിച്ചത്? ഞാനൊരു ജോക്കറാണെന്ന് നീ എന്റെ തമാശ ആണെന്നുള്ള മട്ടില്. യുനോ ഞാൻ എന്താ ആലോചിച്ചതെന്ന്? നിന്റെ ഈ രോഗമല്ലേ എന്നെ സ്റ്റെയർ ചെയ്യുന്നതും എന്റെ പുറകെ നടക്കുന്നതും ഒക്കെ, ആ രോഗത്തിന്റെ പേര് ലവേറിയാന്നെങ്ങാണോ ആണെങ്കിൽ എന്റെ പൊന്നു മോൻ സൂക്ഷിച്ചോ, നീങ്ങി പൊക്കോണം. അത് മാത്രല്ല, ഞാൻ നിന്റെ സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നത് അങ്ങ് നിർത്തിയേക്കണം. കാരണം ഞാൻ നിന്റെ ഇത്രയും പ്രേമ നാടകത്തിൽ വീഴുന്ന ആളല്ല. നീ എന്താ പ്രൈമറി സ്കൂളിലാണോ എല്ലാ കാര്യം ഇങ്ങനെ മനസ്സിലാക്കി തരാൻ? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പ്ലീസ്, എന്റെ പുറകെ നടക്കുന്നതും എന്നെ നോക്കുന്നതും ഒക്കെ നിർത്ത്. ഫോർ വൺ. ഓഹോ, ഞാൻ എപ്പോഴാ നിന്നെ നോക്കിയത്? ഇപ്പോ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നീ എന്നെ സ്റ്റെയർ ചെയ്യുന്നത്. ആ, ഇതിന്റെ അർത്ഥം നീ എന്നെ നോക്കുമായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ഞാൻ നിന്നെ നോക്കുവാണെന്ന്? അതെ അതെ, ഒരു മിനിറ്റ്. നീ എന്താ വരുൺ ധവാനാണെന്നാണ് വിചാരം? ആ, അത്ര ഹൈ ലെവലൊന്നും അല്ല നീ. സീറോയാ, സീറോ. മാറി നിക്കങ്ങോട്ട്. ഹലോ, ഞാൻ നിന്നെ വെറുത്തിട്ട് നിന്നെ സഹായിച്ചില്ലേ? അതെന്നിലെ നന്മ കൊണ്ടാണ്. കവിത ആന്റി എന്നോട് നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതാ. അവരിത് അറിഞ്ഞാലുണ്ടല്ലോ എന്റെ കാര്യം പോക്കാ. ഓ പ്ലീസ്, കവിതാ മാഡത്തിന്റെ കാര്യം മാത്രം പറയല്ലേ. ആരെന്നെ സഹായിച്ചാലും അവരെ കവിതാ മാഡം ശത്രുക്കളാക്കും. പിന്നെ നിനക്ക് തോന്നുന്നുണ്ടോ കവിതാ മാഡത്തിന് ഇവന്റെ സക്സസ്ഫുൾ ആകണ്ടെന്നാണ്? ശരി ഷോട്ടി, ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? അതെന്താന്നറിയോ, എന്റെ ഉള്ളിലുള്ള ഒരു കാര്യം അത് നിന്റെ ഉള്ളിലില്ല. അതിനെയാണ് മാനേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹാഫ് താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് ദ ഫ്യൂസ്. What the hell is half thank you? Obviously, half എന്റെ അല്ലേ മണ്ട. ഓക്കെ,
ഭഗവാനെ, ബുദ്ധി നിറയ്ക്കുന്ന സമയത്ത് ഇവിടെ എവിടെയായിരുന്നു? പപ്പു പപ്പു നോക്ക്. ആ അത് ചേച്ചി എന്താ പിന്നെ അപ്പുറത്ത് എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട, ഞാൻ വന്നത് ഭക്ഷണ സമയത്ത് തന്നെ ആകുമല്ലോ അല്ലേ? ചേച്ചി എല്ലാം റെഡിയായി കഴിഞ്ഞു. അതാലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. പപ്പാ, ആ കട്ട്ലറ്റിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഉടൻ തന്നെ ഇങ്ങെത്തും. ഭക്ഷണ കാര്യത്തിൽ ഒരു കുറവുണ്ടാവരുതേ മോഹൻ. പേടിക്കാതെ ചേച്ചി, ആളുകൾ മൂക്കുമുട്ട കഴിച്ചിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. സരളമായി, നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കണ്ട. എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആ മുത്തശ്ശിയമ്മയെ വിളിക്കുന്നുണ്ട്. എന്തോ അത്യാവശ്യ കാര്യമെന്നാ പറഞ്ഞേ. അമ്മയ്ക്ക് ഈ അവസ്ഥയിൽ എന്ത് അത്യാവശ്യ കാര്യം അറിയാത്തത്? മാറിയേ ചേച്ചി, ആ ചേച്ചിയുടെ മക്കളില്ലേ പ്രീതയും സൃഷ്ടിയും, അവർക്ക് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമുണ്ട്. സത്യമായി രണ്ടുപേരും ഫംഗ്ഷൻ കുളമാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ നീ ഈ ഫംഗ്ഷൻ കൊളാക്കരുത്. ഭക്ഷണം വേഗം തയ്യാറാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആളുകൾ എന്റെ തലയിൽ കയറും. ചെല്ലു, ബാക്കി പണി ചെയ്യാൻ നോക്ക്. മോനെ, മസാലയൊക്കെ നന്നായിട്ട് ഇടണേ. പിന്നെ ഭക്ഷണമൊക്കെ നല്ല ഗംഭീരായിരിക്കണം കേട്ടോ. അമ്മേ, അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? എന്തു പറ്റി? എന്താ അമ്മേ, കാര്യം പറ. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ഈ കാര്യം കൊണ്ട് എന്റെ തല അഭിമാനത്താൽ വീണ്ടും ഉയർന്നു. സന്തോഷം, ഇത്ര സന്തോഷം. ഞാൻ കരുതി അത് നിങ്ങൾക്കും കൂടി പങ്കുവെച്ച് തരാമെന്ന്. സത്യമായി പാർട്ടിയിലെ ആളുകൾ സൂപ്പർ എന്ന് പറഞ്ഞു. ആളുകൾ വിചാരിച്ചത് എന്താണെന്നോ, ഇരുട്ട് വന്നത് നിങ്ങൾ അവർക്കായി ഒരു സർപ്രൈസ് ഒരുക്കിയതാണെന്ന്. സത്യം എനിക്കല്ലേ അറിയൂ. എത്ര വലിയ തോൽവി ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വിജയമാക്കി മാറ്റിയത്. അവിടെ സക്സസിന്റെ സുഖമുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ആഫ്റ്റർ ഓൾ, ആരുടെയാ ഈ പേരക്കുട്ടികൾ? മുത്തശ്ശിയുടെതല്ലേ? ഈ പേരക്കുട്ടികൾക്കൊപ്പം അമ്മയുടെ മരുമകളും കുറച്ച് ജോലി ചെയ്തിട്ടുണ്ട്, അത് മറന്നോ? അതെ അതെ, മരുമകളും ഉണ്ടായിരുന്നു. നിനക്കും ക്രെഡിറ്റ് തന്നെ. വേണ്ടമ്മേ, ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ നടന്നതാണ്. അതാണ് ജോലി ഇത്ര കണ്ട് നന്നായത്. അമ്മ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോ മൂവരിലും ഐക്യം ഉണ്ടാവുമ്പോ ഒരു തോൽവിയും സംഭവിക്കില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ എത്ര വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾ കണ്ടോ ശരിയാക്കിയത്. നോക്കമ്മേ, നേരത്തെ മുതൽ പ്രീത നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഈ തലതെറിച്ച സൃഷ്ടി കൂടി നമുക്കൊപ്പം എത്തിയപ്പോ ഞങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാതെ ഏത് പ്രതിബന്ധവും പുല്ല് പോലെയായി. അതെ അമ്മ. പിന്നെ ഞാൻ ഫ്യൂസ് ശരിയാക്കുന്ന കാര്യത്തിൽ കുറച്ച് ബിസി ആയിരുന്നു. എന്നാലും ഞാൻ കേട്ടല്ലോ ചേച്ചി കിരൺ സാറിനൊപ്പം വളരെ മനോഹരമായിട്ട് ഡാൻസ് കളിച്ചെന്ന്. അമ്മ, അതും LED ലൈറ്റ്സിനൊപ്പം. ചേച്ചി, എനിക്കറിയാം ചേച്ചി ഇതൊക്കെ എന്തിനാ ചെയ്തെന്ന്. ആൾക്കാർ ഇരുട്ടിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. And I'm proud of you. എന്നാ ഞാൻ സത്യം പറയട്ടെ, ഈ ഐഡിയ എന്റെ അല്ലായിരുന്നു, എല്ലാം കിരണിന്റെയാ. അവന്റെ കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് ഇരുട്ടിനെ എങ്ങനെ മനോഹരമാക്കാമെന്ന്. ആ LED ലൈറ്റ്സ്, ഡാൻസിങ് എല്ലാം അവനെ എനിക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നത് പെർഫോം ചെയ്തു. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു കിരൺ. ഓഹോ, ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ കാലെന്താ പറ്റി? ആ കിരൺ ഡാൻസ് ചെയ്യുമ്പോ നിന്റെ കാലൊന്നും ചവിട്ടിയില്ലല്ലോ. പറയുമ്പോളെ, നീ ഓക്കെ അല്ലേ? ഇല്ലമ്മേ, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? എന്തു പറ്റി? അതെ, ചേച്ചി എല്ലാ ക്രെഡിറ്റും കിരൺ സാറിന് കൊടുക്കുക. ഐ മീൻ, കിരൺ സാറിനെ പറ്റി നല്ലതാ ചേച്ചി പറയുന്നത്. ഐ മീൻ, ഇറ്റ്സ് എ ബിഗ് തിങ്. അവള് പറയുന്നത് ശരിയാ. ആ കിരൺ നല്ല പയ്യനാ, ഇത്തിരി കുറുമ്പുണ്ട്, എവിടെ എന്തും പറയും. നമ്മുടെ പ്രീതിയാണെങ്കിൽ അവൾ എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കും. രണ്ടുപേരും ക്ലിയർ ആണ്. അതാ തല്ലുണ്ടാക്കുന്നതല്ലേ? ആ കാര്യമൊക്കെ വിട്ടെ, മുത്തശ്ശിയുടെ മുഖം കാണുന്നതായിരുന്നു കൂടുതൽ രസം. മുത്തശ്ശി എത്ര സന്തോഷത്തോടെ എൻജോയ് ചെയ്തത്. പിന്നെ ആ വിസിലടിക്കുന്നത് കൂടി കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷായിന്നറിയോ. ഇവരിങ്ങനെ സന്തോഷിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അവരുടെ മുഖത്ത് നിന്ന് ആ ചിരി എങ്ങനെയെങ്കിലും എടുത്ത് കളയണം. അതോടൊപ്പം അവർ സങ്കടപ്പെടുത്തണം. യെസ്, അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. നിന്റെയൊക്കെ മുഖത്ത് ഈ ചിരി അധിക ദിവസം ഉണ്ടാകില്ല. ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. രോഹിത്തിന്റെ മുന്നിൽ പ്രീതയെ താറടിച്ചേ മതിയാകൂ. എന്നാലേ ആ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം നേടാൻ കഴിയൂ. അതിനായി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. വിഷമിക്കും രോഹിത്, നീ ഒരുപാട് വിഷമിക്കും. എന്താ നീ എന്നോട് പറഞ്ഞത്? ഈ ഹാൾ ടൗണിലെ ഏറ്റവും ശുദ്ധമായ ഹാളാണെന്ന്. ഇനി ഈ ഹാൾ നാട്ടിലെ ഏറ്റവും അപശകനം പിടിച്ച ഹാളാകും. ബിക്കോസ് ഐ വിൽ സ്പ്രേ ദ ഡിസാസ്റ്റർ, എ ഡേഞ്ചറസ് ഡിസാസ്റ്റർ. ഇന്നത്തതിന് ശേഷം ഇവിടെ ഒരു ഫംഗ്ഷനും നടക്കില്ല. കാരണം എന്റെ എൻഗേജ്മെന്റിന് ശേഷം സിന്ദൂര ഭാഗ്യ ഹാൾ ഇല്ലാതായിരിക്കും എന്നേക്കുമായി. മതി 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 മതി. എനിക്ക് തോന്നുന്നത് നമ്മൾ പരസ്പരം പോഴ്ത്തിയത് കൂടിപ്പോയെന്ന. ജോലി ഇനിയും ബാക്കി കിടക്കുക. നമ്മൾ ഇതെല്ലാം മനോഹരാക്കിയില്ലേ, കുറച്ചുകൂടി നന്നായ എല്ലാവർക്കും സന്തോഷാവും. ഇതുപോലൊരു പാർട്ടി അവർ കണ്ടിട്ടുണ്ടാവില്ല.
ആ സൃഷ്ടി മോളെ നീ ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് ആ ലൈറ്റും മ്യൂസിക്കും ഒക്കെ ശരിയായെന്ന് നോക്കിയിട്ട് വാ. ആ പിന്നെ മോളെ നീ ഒന്ന് അടുക്കളയിലേക്ക് ചെല്ല്. ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടുണ്ട് പലഹാരങ്ങളിൽ മധുരം കുറച്ചേ ഇടാവൂന്ന്. അവനൊരു ശീലമുള്ളതാ. അവന് മധുരം ഇഷ്ടമായതുകൊണ്ട് എല്ലാത്തിലും വാരി കോരി അങ്ങിടും. അത് ഞാൻ ചെക്ക് ചെയ്തോളാം. അതാ ഞാൻ ആ അതുകൊണ്ടാ അപ്പു ഇപ്പൊ ഒപ്പുമായിരിക്കുന്നേ തിന്നിരുന്നു. ചേച്ചി എന്റെ കൂടെ വരുന്നുണ്ടോ? ആ ചെല്ല് ചെല്ല് അടുക്കളയിലേക്ക് ചെല്ല്. ആ നീ ലൈറ്റിന്റെ കാര്യം ആദ്യം മറക്കണ്ട ഞാൻ കേട്ടോ. ചേച്ചിയുടെ കൂടെ പോയിട്ട് പിന്നെ ഞാനത് ചെയ്തോളാം. എന്താ കാര്യം? എന്നോട് എന്തിനാ ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? ആ നീയല്ലേ എന്നെ പഠിപ്പിച്ചത് നിന്നോട് സ്വീറ്റ് ആയിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലെന്ന്? ഞാനോ? ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞേ? കുറച്ചു നേരം മുൻപ് ഞാൻ നിന്നോട് എത്ര സ്നേഹത്തോടെയാ താങ്ക് യു പറഞ്ഞത്. എന്നിട്ട് നീ ഏത് രീതിയിൽ എന്നോട് സംസാരിച്ചേ? എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ? ഓ അതാണോ? എക്സാക്ട്ലി അത് നിനക്കറിയില്ലേ? അങ്ങനെയൊക്കെ ആരോടെങ്കിലും ചെയ്യാമോ? അങ്ങനെയൊക്കെ പറഞ്ഞേ? എന്താ ഞാൻ എന്താ പറഞ്ഞേ? എന്താ ചെയ്തെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? നീ എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞേ? അതല്ല നീ എന്താ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? പകുതി കാര്യം പറഞ്ഞ് പകുതി വിഴുങ്ങാണല്ലോ. പറയടി ഞാൻ എന്താ ചെയ്തെന്ന് പറയ. അത് എന്നെ കളിയാക്കിയില്ലേ? നിനക്ക് എന്നോട് പ്രേമാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന പോലെ. അതും പറഞ്ഞ് നീ എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഇതല്ല ഇപ്പൊ തുറന്നു പറഞ്ഞ ഇവൻ വീണ്ടും എന്നെ കളിയാക്കും. ഹലോ നിന്നോടെ ചോദിക്കുന്നേ ഞാൻ എന്ത് പറഞ്ഞു? നീ നീ ഒരുപാട് സ്മാർട്ട് ആവുമൊന്നും വേണ്ട, എനിക്കറിയാം. നീ എന്താ ഇവിടെ ഇവൻ തന്നെ ശല്യപ്പെടുത്തുവാണോ? ഇല്ല ഏട്ടാ ഞാൻ വാട്ട് ഇവൾ എന്നെ ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കാ. തിരിച്ചു മറിച്ച് ഓരോന്ന് പറഞ്ഞ് പകുതിയെ പറയുന്നുള്ളൂ. എന്നോട് ആരെങ്കിലും ഒന്ന് പറയാവോ ഞാൻ അറിയാത്ത എന്താ ഇവിടെ സംഭവിച്ചെന്ന്? കിരൺ നീ ചിരിക്കുവാണോ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ പ്രീതി ഒന്നും പറയാൻ പാടില്ലെന്ന്? ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. രോഹിത് സർ അത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അതെന്താന്ന് വെച്ചാ കിരൺ ഫൈനലി സമ്മതിച്ചു പാവയ്ക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന്. പക്ഷെ ഇപ്പൊ നോക്കിയേ, ഈ പാർട്ടിക്കിടയിലും എന്നോട് ഡിമാൻഡ് ചെയ്യാ എവിടുന്നെങ്കിലും ഇവന് പാവയ്ക്ക ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ. ഇവരിപ്പോ പാവയ്ക്ക ജ്യൂസ് കുടിക്കാനാ തോന്നുന്നേന്ന് ഇപ്പൊ തന്നെ വേണോന്ന്. ഇതായിരുന്നു കാര്യം. എടാ നിനക്ക് കുടിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് പ്രീത എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. തനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയാമോ ആ പാവയ്ക്ക ജ്യൂസ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്? ഐ മീൻ സാറ് റിക്വസ്റ്റ് ഒന്നും ചെയ്യണ്ട. സാർ എന്ത് ജോലി പറഞ്ഞാലും ഞാനത് ഉറപ്പായും ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ പുറത്തു പോയി വാങ്ങിയിട്ടായാലും ശരി, ഇവന് വേണ്ടി ഇവന്റെ ഫേവറേറ്റ് പാവയ്ക്ക ജ്യൂസ് ഞാൻ തീർച്ചയായും കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും റൂമിലേക്ക് ചെല്ലാം. ഞാൻ ഇപ്പൊ വരാം നിന്റെ ഫേവറേറ്റ് പാവയ്ക്ക ജ്യൂസും കൊണ്ട്. ഡോണ്ട് വറി, ഞാൻ ഉടനെ കൊണ്ടുവരാം. വിഷമിക്കണ്ട. എന്നോട് ഈ ചെയ്യുന്ന ഒട്ടും ശരിയല്ല പ്രീത. നീ എന്റെ ഏട്ടന്റെ കൂട്ടുകാരിയാണ്. ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നത് ഏട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഏട്ടന്റെ മുന്നിൽ വെച്ച് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. പാവയ്ക്ക ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ഓടിവാ വേഗം വാ. പിന്നെ ഒന്ന് വേഗം വാടാ. നിനക്ക് പാവയ്ക്ക ജ്യൂസിനോട് അത്ര ഇഷ്ടമായിരുന്നോ? നീ അതിനുവേണ്ടി വഴക്കിടാൻ പോലും തുടങ്ങിയല്ലോ. അത് ആക്ച്വലി അതിന്റെ ടേസ്റ്റ് പെട്ടെന്ന് ഡെവലപ്പ് ആയതാ. ശരി, സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് സ്വയം റിയലൈസ് ആയത് ഞാൻ അത്രയ്ക്ക് ഹേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാധനം എങ്ങനെ ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെടുന്നേ. നീ പറയുന്ന കേട്ടതൊന്നും പാവയ്ക്കല്ല ഏതോ പെണ്ണിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. ഏട്ടാ നിന്റെ ഫേവറേറ്റ് പാവയ്ക്ക ജ്യൂസ് എൻജോയ്. അന്വേഷിച്ചത് കിട്ടിയല്ലോ, ഇനി താങ്ക്സ് പറഞ്ഞേ. കുടിച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ മുഖത്തെ ആശ്വാസവും സന്തോഷവും എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ഫേവറേറ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമില്ലേ, അതാ. കുടിച്ചോ. കിരൺ ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ മതിയോ അതോ 2-3 പാവയ്ക്ക കൂടി ഇടണമായിരുന്നോ? ഇവൾ അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഇനി എന്റെ ആക്ടിങ് നീ കണ്ടോ. പെർഫെക്റ്റ്. വളരെ നന്നായിട്ടുണ്ട് പ്രീത. ഐ ലവ് ഇറ്റ്. ഞാനിപ്പോ ശരിക്കും ആഴത്തിൽ പ്രീത പാവയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഞാൻ മറന്നുപോയി. എനിക്ക് പോയി കാറ്ററിംഗ് ചെക്ക് ചെയ്യണമായിരുന്നു. രോഹിത് സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട പ്രീത, താങ്ക് യു. ഇങ്ങ് തന്നേക്ക് ആ ഗ്ലാസ്. കണ്ടോ ഇപ്പൊ അവളുടെ വായ അടഞ്ഞത്? വായിൽ ഈച്ച പോയ പോലുണ്ടോ?